ഏവർക്കും നമസ്കാരം. ശിവത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. ഇന്നൊരു കളക്റ്റീവ് റീഡിംഗ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പ്രധാനപ്പെട്ട തടസ്സം എന്താണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എന്തൊക്കെയോ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നു. ഇതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഗണേശ ഭഗവാന്റെ 3 ഫോട്ടോയിൽ ഏത് ഫോട്ടോയോടാണോ അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഭഗവാൻ നിങ്ങൾക്കുള്ള ഉത്തരം തീർച്ചയായിട്ടും തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ ടാരോട്ട് റീഡിംഗ്, സ്പിരിച്വൽ കൗൺസിലിംഗ്, ഹീലിംഗ് സെഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് റിസോർട്ട് ബുക്ക് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില തടസ്സങ്ങൾ എങ്ങനെ അതിജീവിക്കാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ടാരോട്ട് കാർഡ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ മാനസികമായിട്ട് അനുഭവിക്കുന്ന ടെൻഷൻ, സ്ട്രെസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു പരിഹാരം ആവശ്യമുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് സെഷൻ വേണ്ടിയിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ്. ഇത് നിങ്ങളുടെ ലൈഫായിട്ട് എങ്ങനെ മാച്ച് ആവുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് വിട്ടേക്കുക. ഓക്കെ, സാധാരണ ഒരു റീഡിങ് മാത്രമായിട്ട് എടുത്തിട്ട് അതിനെ ലെറ്റ് ഗോ ചെയ്താൽ മതി. ഇതിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് മെസ്സേജെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഞാനും ഹാപ്പിയാണ്. പിന്നെ നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെയാണ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ മാക്സിമം പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നമ്മുടെ ഒരു ചിലപ്പോൾ ഈ ഒരു മെസ്സേജ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്രദമായെങ്കിൽ അത് നല്ലതല്ലേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ 3 ഫോട്ടോസ് വെച്ചിട്ടുള്ളതിൽ ഏത് ഫോട്ടോയാണോ നിങ്ങൾക്ക് എടുക്കാൻ തോന്നുന്നത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ തോന്നുന്നത്, ഏത് നമ്പറാണോ നിങ്ങളുടെ മനസ്സിൽ പതിയുന്നത് ആ ഒരു നമ്പർ അല്ലെങ്കിൽ ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ചിലർക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നിയേക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം റീഡിംഗ് കേൾക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള ഒരു സന്ദേശമായിട്ട് വരുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ചില ഫിയറാണ്, പേടിയാണ്, ഭയമാണ് നിങ്ങളെ പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഫിയർ ഓഫ് ഫെയിലിയർ നിങ്ങളെ പുതിയ കാര്യങ്ങൾ, അതായത് ഞാൻ തോറ്റു പോകുമോ, പരാജയപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പേടി പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്നതിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തുന്നതായിട്ട് കാണുന്നു. പലരും ഈ ഒരു സമയം കംഫർട്ട് സോൺ ലീവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് ലീവ് ചെയ്യാനുള്ള ഒരു ധൈര്യം കാണിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ അവിടെ എത്തുമോ എന്നുള്ളൊരു പേടി നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്നു. ഓക്കെ, അപ്പം എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം, നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്തും ആയിക്കോട്ടെ, അത് മാനിഫെസ്റ്റേഷൻ വർക്കാവാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിയർ ഓഫ് ഫെയിലിയർ ആണ് നിങ്ങളുടെ പ്രശ്നം. പരാജയപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി കാരണമാണിത് പരാജയപ്പെട്ടു പോകുന്നത്. ഓക്കെ, അപ്പോൾ മാറ്റത്തിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സറിഞ്ഞ് മാറേണ്ടതാണ് ഈ ഒരു സമയത്ത്. നിങ്ങളുടെ മനസ്സിൽ തന്നെ സ്വയം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ പലതരത്തിൽ പല സമയത്ത് നിങ്ങൾ ചിലപ്പോൾ പരാജയങ്ങളെ കൂടി അതിജീവിക്കേണ്ടതായിട്ട് വരും, പരാജയങ്ങളെ കൂടി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പരാജയപ്പെട്ടോട്ടെ, കുഴപ്പമില്ല, ഓരോ പരാജയവും വിജയത്തിൻ്റെ മുന്നോടിയാണെന്നുള്ളൊരു വാക്യം ഈ സമയത്ത് നിങ്ങൾ ഓർക്കേണ്ടതാണെങ്കിൽ മാത്രമേ ഓരോ സമയം പരാജയപ്പെടുമ്പോഴും നിങ്ങൾ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട്. അത് എന്ത് കാര്യമായിക്കോട്ടെ, ചിലർക്ക് ഇമോഷണൽ ബാലൻസ് ആയിരിക്കാം, ചിലർക്ക് ജോലി ആയിരിക്കാം, ചിലർക്ക് ബിസിനസ് ആയിരിക്കാം. അപ്പോൾ ഏത് കാര്യമായാലും പരാജയത്തിൽ കൂടി മാത്രമേ നമ്മൾ കാര്യങ്ങൾ പഠിക്കുകയുള്ളൂ. ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം കാര്യങ്ങൾ പരീക്ഷിക്കാതിരിക്കുക. ഓക്കെ, പരാജയപ്പെട്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അതിൻ്റെ മെത്തേഡുകൾ മാറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വേറെ വഴിയിൽ കൂടി അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പാഷനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ഒരു കാര്യം നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലെ പാഷനായിട്ട് എടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സക്സസ് ആവും. പക്ഷേ അതിനിടയ്ക്ക് വരുന്ന പരാജയങ്ങളെ പേടിക്കാതിരിക്കാം. ചില ആൾക്കാർ ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാർ ചിലപ്പോൾ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം സപ്പോർട്ട് തരാത്തത്, നിങ്ങളുടെ താല്പര്യത്തിലേക്ക് അവർ കണക്ട് ചെയ്ത് വരുന്നുണ്ടാവില്ല. ചിലർക്ക് ഫാമിലി ആയിരിക്കാം. അപ്പോൾ മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ മാറ്റി വയ്ക്കുന്നുണ്ടാവാം ഈ ഒരു സമയത്ത്. ഓക്കെ, ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്കാലത്തെ ചില പ്രശ്നങ്ങളായിരിക്കാം തടസ്സം നിൽക്കുന്നത്. അതായത് കുട്ടിക്കാലത്ത് നിങ്ങൾ പല തീരുമാനങ്ങളും എടുത്ത സമയത്ത് മറ്റുള്ളവർ നിങ്ങളെ ചിലപ്പോൾ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം, തെറ്റായ തീരുമാനം എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കൂടി നിങ്ങൾ കടന്നുപോയ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും വലിയതാവുന്ന സമയത്ത് തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പേടി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ.
ഇത്തരത്തിലുള്ള എന്തെങ്കിലും ട്രോമ പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പലതരത്തിൽ തീരുമാനങ്ങൾ എടുത്തതൊക്കെ പരാജയപ്പെട്ട് പോയിട്ടുണ്ടാവാം. അപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കാനുള്ളൊരു പേടി ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് കാര്യവും ഏറ്റെടുക്കാൻ സാധിക്കും. ചില ആൾക്കാർ എത്ര പരാജയപ്പെട്ടാലും എനിക്കത് വിജയത്തിലെത്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്. അപ്പം ക്ഷമയാണ് ഇവിടെ ആവശ്യം. തീർച്ചയായിട്ടും ക്ഷമയോട് കൂടി കാര്യങ്ങൾ കൊണ്ടുപോയാൽ അധികം വൈകാതെ തന്നെ നിങ്ങൾക്കതിൽ എത്തിച്ചേരാൻ സാധിക്കും. ചിലർക്ക് കുറച്ച് വർഷങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്താൻ കാത്തിരിക്കേണ്ടി വന്നേക്കാം. എങ്കിൽ കൂടി വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ വേണമെന്ന് ചിന്തിക്കുന്നതിന് പകരം വളരെ പെർഫെക്റ്റായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത് ചിന്തിക്കുക. നമുക്ക് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കണമെന്ന് വാശി പിടിക്കാതിരിക്കുക. ഓരോ കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വിജയത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ മാധുര്യം അതിനുണ്ടാവും എന്നുള്ളൊരു സന്ദേശമാണ് ലഭിക്കുന്നത്. പരാജയങ്ങളെ ധൈര്യത്തോടു കൂടി നേരിടേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ളിൽ കോൺഫിഡൻസ് ആണ് ആവശ്യം. ഈ കോൺഫിഡൻസോടു കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്തും. ഇത് ജോലി ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യം മാത്രമല്ല, ചിലർക്കത് ഒരു ഇമോഷണൽ ബാലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തു തന്നെ ആയിക്കോട്ടെ, അതിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്കാദ്യം ഒരു കോൺഫിഡൻസ് ആണ് ആവശ്യം. ചിന്തകൾ അനാവശ്യമായിട്ട് കടന്നു വരും. ഈ ചിന്തകളെ നിങ്ങൾ നെഗറ്റീവ് ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെഗറ്റീവ് ചിന്തകൾക്ക് പകരം പോസിറ്റീവ് ചിന്തകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള തടസ്സം എന്ന് പറയുന്നത് നടക്കോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ ഫിയർ തന്നെയാണ്. ഈ ഫിയറിനെയാണ് നിങ്ങൾ ആദ്യം ഇല്ലാതാക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ശത്രു ഇരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു കാർഡ് നിങ്ങൾക്ക് റെസൊണേറ്റ് ആയെന്ന് കരുതുന്നു. നിങ്ങൾക്കിത് റെസൊണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. നമുക്ക് നെക്സ്റ്റോട്ട് പോകാം. സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കൊരു സന്ദേശമായിട്ട് വരുന്നത്, നിങ്ങൾക്കൊരു ചില സമയത്തൊരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പല ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്ന തരത്തിലുള്ള ആൾക്കാരായിരിക്കാം. അങ്ങനെയുള്ളൊരു സ്വഭാവമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്നതാണ്. പേടിയാണ്, ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോകുമെന്നുള്ളൊരു പേടി എവിടെയൊക്കെയോ നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് തീരുമാനം എടുക്കണമെങ്കിലും എന്ത് കാര്യത്തിലേക്ക് കണക്ട് ചെയ്യണമെങ്കിലും എന്ത് കാര്യം ചെയ്യണമെങ്കിലും ചിലപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും അത് ശരിയാണോ വേണോ വേണ്ടയോ എന്നിങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു യുദ്ധം നടക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അത് പിന്നെ അത് അത് ഫെയിലായി പോവുകയാണ് ചെയ്യുന്നത് പലപ്പോഴും. അപ്പോൾ നിങ്ങളുടെ ഗട്ട് ഫീലിങ്സിനെ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ഇൻറ്റ്യൂഷനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായം കേൾക്കുന്നതിന് പകരം നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നു, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ആ ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചില ആൾക്കാർ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ ഭയക്കുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായമായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. നിങ്ങളുടെ കഴിവുകളെ അവർ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. എല്ലാവരുടെയും അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നോ, നിങ്ങൾക്കത് സന്തോഷം തരുന്നുണ്ടോ, അതുമായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായത്തിന് കൂടി വില കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നിങ്ങളിൽ പലർക്കും പലതരത്തിലുള്ള ഒരു സോഷ്യൽ ആയിട്ടുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക്സ് പലപ്പോഴും ലഭിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ തന്നെയായിരിക്കാം, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. അത് നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനൊരു വാല്യൂ തരാത്ത തരത്തിലുള്ള ആൾക്കാരുടെ കൂടെയായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ജീവിക്കുന്നുണ്ടാവുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ തന്നെ സെൽഫ് എസ്റ്റീമിനെ ചോദ്യം ചെയ്യുന്നു. ഈ ഒരു കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങൾ പലരും വളരെ പരിശുദ്ധമായിട്ടുള്ളൊരു ഓറയുള്ള ആൾക്കാരായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ പലരും ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിൽ ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ കഴിവില്ല എന്ന് പലപ്പോഴും മുദ്ര കുത്തപ്പെട്ടിട്ടുണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ചിട്ട് തന്നെ ചിന്തിക്കുന്നു, എനിക്ക് പറ്റില്ല, എനിക്ക് സാധിക്കില്ല, എനിക്ക് കഴിവില്ല നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ചിലപ്പോൾ. അപ്പോൾ മറ്റുള്ളവർ പറയുന്നതാണോ ശരി എന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ നിങ്ങളത് അത്തരത്തിൽ പോയി കഴിഞ്ഞാൽ അത് ഫെയിലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു പേടി ചിലപ്പോൾ നിങ്ങളെ അലട്ടുന്നുണ്ടാവാം. സോ ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ പലരും ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ചില ആൾക്കാരെങ്കിലും നാർസിസ്റ്റിക് ആയിട്ടുള്ള ചില ആൾക്കാരുടെ കൂടെ ജീവിച്ചൊരു വിക്ടിം മെൻറ്റാലിറ്റിയിലായി പോയിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അത്തരത്തിലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ.
അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം, അപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു കൃത്യമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം. മറ്റുള്ളവരുടെ ഒപ്പീനിയൻസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. പക്ഷേ നമ്മുടെ ലൈഫിലേക്ക് അവരുടെ ഇടപെടലുകൾ മൂലം നമുക്ക് ബുദ്ധിമുട്ട് വരാത്ത തരത്തിൽ അവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ കൂടി നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് തരാനുള്ള ഒരു സ്പെഷ്യൽ മെസ്സേജായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചുരുക്കം ചിലരുടെ എനർജി നിങ്ങളൊരു ചേഞ്ചിനെ ഭയക്കുന്നു. അതായത് ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ ഇത് എവിടെ എത്തും എന്നുള്ളൊരു പേടിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ ഭാവിയിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്താകുമെന്നറിയാതെ ഭയപ്പെട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിൽക്കുന്ന ചില ആൾക്കാരുടെ എനർജി ഫീൽ ചെയ്യുന്നു. സോ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പുതിയൊരു റോഡിൽ കൂടി സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും പുതിയ പുതിയ കാഴ്ചകൾ കാണേണ്ടതായിട്ട് വരും. പുതിയ പുതിയ ഒരു പരിചയമില്ലാത്ത റോഡിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ അതുപോലെ കണക്ട് ചെയ്യുക ഈ ഒരു സമയത്ത്. അപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇടയ്ക്ക് വരും. അതിനെ കാര്യമാക്കാതിരിക്കുക. ഒരു പുതിയൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് പരിചയമില്ലാത്തൊരു ലോകമായിട്ടൊക്കെ തോന്നും. പക്ഷേ കുഴപ്പമില്ല, തീർച്ചയായിട്ടും നിങ്ങളിത് ശീലമായി മുമ്പോട്ട് പോയിക്കോളും. അപ്പോൾ അറിയാത്തതിനെക്കുറിച്ചിട്ട് ഇപ്പം ഭയക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഈ ഒരു വഴിക്ക് മുമ്പോട്ട് പോകുന്ന സമയത്ത് പുതിയ പുതിയ ആൾക്കാരുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവും. പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് സക്സസ് ആയിട്ട് നിങ്ങൾക്ക് വരാനും സാധിക്കും. അപ്പോൾ ഈ ഒരു സമയം ഫിയറിനെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ചിലർ പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് കയറുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ളൊരു പേടി, പഴയ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവാം. പക്ഷേ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇമോഷനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. ഇമോഷൻ നിങ്ങളെ ഭരിക്കാതിരിക്കുക. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ തടസ്സങ്ങൾ എല്ലാം നീക്കം ചെയ്ത് പോകുന്നതാണ്. മാനസികമായിട്ടാണ് നിങ്ങൾക്ക് ശരിക്കും തടസ്സങ്ങൾ വരുന്നത്. നെഗറ്റീവായിട്ടുള്ള ഇമോഷനാണ് നിങ്ങളുടെ തടസ്സം. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളെ. നമ്മൾ ഏതിനെ ഭയപ്പെടുന്നോ അത് നമ്മളെ തിരിച്ച് ഭയപ്പെടുത്തും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പോൾ ഹാപ്പിയായിട്ട് മുമ്പോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അറിയാത്ത കാര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നതിനെ ചൊല്ലിയിട്ട് ഇപ്പോൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് റിസൊണേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങളിൽ പലരും വളരെ സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പലപ്പോഴും ഒരു കപ്പാസിറ്റി ഇല്ലയെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവാം. ഓക്കെ, വളരെ സെൻസിറ്റീവ് ആയിരിക്കാം. മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ ചേഞ്ചിനെ നിങ്ങൾ ഭയപ്പെടുന്നു. ഇത് സെക്കൻഡ് ഫോട്ടോയിലെ ചില കാര്യങ്ങളുമായിട്ട് എനിക്ക് റെസൊണേറ്റ് ആയിട്ട് വരുന്നു നിങ്ങളുടെ എനർജി. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നാലും നെഗറ്റീവ് പഴയ ആ ഒരു സിറ്റുവേഷൻ വീണ്ടും നിങ്ങളുടെ ലൈഫിനെ പിടികൂടുമോ എന്നുള്ള ഒരു സ്ട്രെസ്സ് നിങ്ങളെ ബാധിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളെയും നിങ്ങൾ തന്നെ റെസിസ്റ്റ് ചെയ്യുവാണ്, ബ്ലോക്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയാണ് നിങ്ങൾക്ക് ബ്ലോക്ക് വരുന്നത്. അപ്പോൾ പഴയ അതേ അവസ്ഥ എനിക്ക് വീണ്ടും ഉണ്ടാവോ എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നത് വഴി നിങ്ങൾക്ക് നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ ആയിട്ടാണ് വരുന്നത് കാര്യങ്ങളൊക്കെ. അപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങൾ അൺകംഫർട്ടബിൾ ആവുന്നു. ചില കാര്യങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പതറിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചില കാര്യങ്ങൾക്ക് മുന്നേ ആയിട്ട്, അതായത് ഒരു എക്സാം വരുവാണെന്ന് വിചാരിക്കുക, അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ വളരെയധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുക. ആ ഒരു സമയമാകുമ്പം അത് വന്ന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. കൂടുതൽ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും വരുന്നുണ്ടാവും. അപ്പോൾ അതെന്താവും എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ഇപ്പോഴേ ആങ്സൈറ്റി ആവേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സന്ദേശമാണ് എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ധൈര്യത്തോടു കൂടി വെല്ലുവിളികളെ നേരിടാൻ ശ്രമിക്കുക. ഈ ഒരു കാർഡ് സെലക്ട് ചെയ്ത നിങ്ങളിൽ പലരും ചിലപ്പോൾ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടായിരിക്കാം. പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പലപ്പോഴും, അതായത് പലപ്പോഴും എനിക്ക് ഒറ്റയ്ക്ക്, അതായത് ചില ആൾക്കാരെങ്കിലും കുറേ നാൾ ഐസൊലേറ്റഡ് ആയിട്ടിരുന്ന് ഒറ്റയ്ക്കിരുന്ന് അവിടെ നിന്ന് പുതിയ ലൈഫിലേക്ക് പുതിയ ആൾക്കാർ വന്ന് കണക്റ്റ് ആവുന്ന സമയത്ത് പലർക്കും അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പോലും പറ്റാത്ത തരത്തിൽ നിങ്ങൾ ചിലപ്പോൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടാവും. അതായത് നിങ്ങൾ വെളിച്ചത്തെ പലപ്പോഴും ഭയപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. ഓക്കെ, ഇതെല്ലാവർക്കും റെസൊണേറ്റ് ആവുന്ന കാര്യമല്ല, ചിലർക്ക് മാത്രമുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നതെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പോലും നിങ്ങൾക്ക് ഭയമാണ്. അതായത് പേടിയെന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജീസിനെ ഭയപ്പെടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു. നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന
ആ ഒരു നെഗറ്റീവായിട്ടുള്ള ടെൻഷൻ, ആങ്സൈറ്റി, എങ്ങനെ ആൾക്കാരായിട്ട് ഇടപഴകും, ഇത്തരത്തിലുള്ളൊരു ചിന്തയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യത്തെ ഓർത്തിട്ട് ഇപ്പോഴേ നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരത്തിലുള്ള ക്യാരക്ടറിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻസ് നിങ്ങളെ ഒരുപാട് സഹായിക്കും. പ്രാണായാമം നിങ്ങളെ ഒരുപാട് സഹായിക്കും. മനസ്സിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് തരാനുള്ളത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. വരാനിരിക്കുന്ന കാര്യത്തെ ഓർത്തിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക എന്നല്ലാതെ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള വിജയങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. കാരണം നിങ്ങൾക്കുള്ള വിജയം, നിങ്ങൾക്കുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് വെയിറ്റിങ്ങിലാണ്. ഓക്കെ, ചില ആൾക്കാർ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കുള്ള സൗഭാഗ്യങ്ങളിലേക്ക് ഉള്ള ഒരു യാത്ര തിരിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്. ഇത് റെസൊണേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.